നമ്മൾ ഗാർഡനിലായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ പൊക്കത്താണ്, ബിൽഡിങ്ങിൻ്റെ പൊക്കത്ത് എങ്ങനെ ഗാർഡൻ പണിയും. ഈ ഒരു സംശയം എനിക്ക് ആദ്യം മുതലേ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിൻ്റെ പൊക്കത്ത് കയറിയപ്പോഴാണ് അവിടെ എല്ലാം വലിയ മരമൊക്കെ അവിടെ നിൽക്കണം. ഇതൊക്കെ എങ്ങനെ ഇതിൻ്റെ പൊക്കത്ത് വേരൊക്കെ ഇറങ്ങി എനിക്കറിയത്തില്ല ഗൈസ്. ഞാനത് കാണിച്ചിട്ടാണ്, നിങ്ങൾ കണ്ടോ, കണ്ടില്ലേ? എന്നാ പറയുന്നത്, നമ്മൾ ഈ സാധാരണ ഗ്രൗണ്ടിൽ കൂടി ഇങ്ങനത്തെ പരിപാടി സെറ്റപ്പൊക്കെ കാടിൻ്റെ ഉള്ളിൽ കൂടി നടക്കുന്ന കറക്റ്റ് ആ ഒരു ഫീല് അവരെ നട്ടു വെച്ചേക്കണുണ്ട്. എല്ലാ ടൈപ്പ് മരമുണ്ട്. ഒരു ചെറിയൊരു എന്നാ പറയാൻ ഒരു പ്രകൃതി രമണീയമായ ഒരു പാർക്കിൽ കൂടി നടക്കുന്ന ഫീലായിരുന്നു. മൊത്തവും മരവും ചെടികളും ലൈറ്റ് സെറ്റപ്പൊക്കെ നമ്മൾ നടക്കണ വഴിയിൽ. ഇതിൻ്റെ അങ്ങോട്ട് നോക്കിയ ഒരു കുഴി പോലെ ഇട്ടെ ഗൈസ്, താഴെ വീണ ചത്ത്. എന്ത് പറയാറ്. അങ്ങനെ നമ്മൾ മരമൊക്കെ കണ്ട് അങ്ങനെ നേരെ നടക്കാൻ തുടങ്ങി. ഇത് തീരണില്ല ഗൈസ്. ഇല്ല, ആ വഴി വേറെ വഴിയുണ്ട്, ഇങ്ങോട്ട് വേറെ വഴിയുണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ നടക്കാമെന്ന് ഓർത്ത് ഗൈസ്. ഇവിടെ മൊത്തം കപ്പിൾസ് ആട്ടോ ഗൈസ്. അതിനും വേണം. പോട്ടെ ഗൈസ്. അങ്ങനെ നമ്മൾ ഗൈസ് എങ്ങോട്ടാന്നില്ലാണ്ട് നമ്മുടെ യാത്ര അങ്ങ് തുടർന്നിട്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ മുളയൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. കൊള്ളാം, ഇവരുടെ സെറ്റപ്പ് കൊള്ളാം. എന്താണേലും ഇത്രയും വലിയ, അതാണ് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ പ്രകൃതിക്കും അത്രയും എന്നാ പറയാനാ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അവർ അവിടെ എവിടെയെങ്കിലുമൊക്കെ മുറിക്കുന്നുണ്ടെങ്കിലും അവർ കണ്ടില്ല, ഫ്ലാറ്റിൻ്റെ മണ്ടയിലാണെങ്കിലും അവർ നട്ട് വെച്ച് കുറച്ച് ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യും. അതാണ് ഇവരുടെ ഒരു സെറ്റപ്പ്. ഏത് എന്താലേ, കൊള്ളാം, പരിപാടി എന്താണേലും കൊള്ളാം. ഇതിൻ്റെ അപ്പുറത്തൊക്കെ ചാടിയാൽ ചത്തുപോട്ടാ. അങ്ങനെ നമ്മൾ അതിൻ്റെ എൻഡിലെത്തി ഗൈസ്. ഇനി നേരെ നമുക്ക് താഴത്തെ ഇറങ്ങാം. അങ്ങനെ നമ്മൾ താഴെ ഇറങ്ങിയപ്പോൾ താണ്ടാടെ ഒരു മാളിൻ്റെ ഉള്ളിലാണ് വന്നേക്കണം. എന്നാൽ പിന്നെ ഒരു കോഫി കുടിച്ചിട്ട് ബാക്കി ആരെന്ന് ഓർത്ത് നേരെ ഫ്രെറ്റിലായിട്ട് വിട്ട് അവിടെ നിന്ന് ഒരു കോഫി അങ്ങ് മേടിക്കാൻ നോക്കി. ഞാൻ പറഞ്ഞത് ലാറ്റയാണ് നമ്മുടെ മെയിൻ സാധനം. സ്കിന്നി കാരമൽ വിത്ത് 1 പമ്പ് ഓഫ് ഹേസൽനട്ട്. ഏത് മൂഡ്, പണ്ട് കട്ടൻ കാപ്പി എന്ന് പറഞ്ഞിട്ടിരുന്ന ഞാനാണ്. UK വന്നതിൽ പിന്നെയാണ് ഞാൻ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് കോഫീസ് ഉണ്ടെന്ന് തന്നെ അറിയണത് ഗൈസ്. അതിന് പലവിധ പേരുമാണ്, അത് പലവിധ രീതിയിലാണ് ഉണ്ടാക്കണമെന്ന് ഞാൻ അറിഞ്ഞത്. നാട്ടിലൊക്കെ മുക്കിനും മൂലക്കും തട്ടുകടയും നമ്മുടെ സാധാ ഹോട്ടലിലൊക്കെ കാപ്പി ഫിൽറ്റർ കോഫിയൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിച്ചു പോയി. അവിടെയൊക്കെ സ്റ്റാർബക്സ് ആയിരുന്നു ഒരുപക്ഷെ നമ്മൾ ഇതൊക്കെ പഠിച്ചേനെ. ഇവിടെ ആ ഒരു വ്യത്യാസം മാത്രം. അപ്പോൾ അതിൻ്റെ നമ്മുടെ കോഫി അവിടെ സെറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ കോഫി മേടിച്ച് ഒരു ടാങ്കും പറഞ്ഞ് ഇനി നേരെ നമുക്ക് വീട്ടിലേക്ക്. ഇനി ബാക്കി വിഷയങ്ങളിൽ അടുത്ത വീഡിയോ ഇടാം ഗൈസ്. ബൈ.